ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഈ ഒരു സ്നാക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് മൈദപ്പൊടി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് ആദ്യം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചിട്ടില്ല, അത്യാവശ്യം പൊടികളൊക്കെ ഒന്ന് മിക്സായി വരുന്ന പോലെ കുഴച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുത്തിട്ട് നമുക്കിത് ഈ ഒരു രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കുഴച്ചെടുക്കരുത്. അത്യാവശ്യം കുറച്ച് ടൈറ്റിൽ കുഴച്ചെടുത്തിട്ട് നല്ല രീതിക്ക് കുഴക്കണം. ഒരു 10-15 മിനിറ്റ് അത്യാവശ്യം വെള്ളം കൊടുത്തിട്ട് തന്നെ നല്ല രീതിക്ക് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ സോഫ്റ്റ് ആക്കി കൊണ്ടുവരണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു പരുവം. നമ്മളിങ്ങനെ എടുത്ത് വരുമ്പോൾ നല്ല തിൻ ലെയറായിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ പറ്റണം. അപ്പോൾ ഇതേപോലെ അങ്ങനെ പൊട്ടിപ്പോവാണ്ട് ഇതേപോലെ നല്ല തിൻ ലെയറാക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവം വരെ നമുക്കിത് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം 1-1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടാനും വേണ്ടിയാണ്. അപ്പോൾ നല്ല രീതിക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫുള്ള് ബ്രഷ് ചെയ്തൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിന് അത്യാവശ്യം നല്ലൊരു ഫില്ലിങ് തന്നെ വേണം, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം ഫില്ലിങ്, എന്നാൽ മാത്രമാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് കണക്കായിട്ട് കുറച്ച് മസാല അധികം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 2 സവാള ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് നല്ല രീതിക്ക് ഇതൊന്ന് വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കണം. നല്ലപോലെ വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ചിക്കൻ വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അത് കൈകൊണ്ട് തന്നെ ഒന്ന് ഇതേപോലെ പൊടിച്ചെടുത്തതാണ്, മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഒന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു വലുപ്പത്തിൽ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പം ചിക്കൻ കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ മസാലയുടെ ചൂട് പോകുന്നത് വരെ നമുക്കവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് നമ്മളെ കൗണ്ടർ ടോപ്പിലിട്ട് അത്യാവശ്യം നല്ല എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ പൊറോട്ടക്കൊക്കെ പരത്തിയെടുക്കുന്ന രൂപത്തിൽ നല്ല തിൻ ലെയറാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ബൗളിലേക്ക് മാറ്റി വെച്ച ഫില്ലിങ്ങിലേക്ക്
4 മുട്ട പൊട്ടിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്, ഒന്ന് മിക്സ് ആക്കി എടുത്തതാണ്. അത് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം, ഈ ഒരു മസാലയിലേക്ക്. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഉണ്ടാവുക. അത് കാര്യമാക്കണ്ട, അതങ്ങനെയാണ് വേണ്ടത്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 4 മുട്ട അല്ലെങ്കിലും 3 മുട്ട, അത്രയും 3 മുട്ടയെങ്കിലും വേണം, അതിൽ കുറഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫില്ലിങ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു സ്ക്വയർ രൂപത്തിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചെറിയ പൊട്ടൽ വരുമ്പോൾ ഈ മുട്ടയുടെ ആ ഒരു ഇത് അതിലൂടെ ഒലിച്ചിറങ്ങും, അത് കാര്യമാക്കണ്ട. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇനി ബാക്കിയുള്ള എല്ലാ മാവും കൂടി ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ പൊറോട്ട ഒക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു രീതിക്കാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നമ്മുടെ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 1-2 തവണ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യുമ്പോൾ ഇത് മൈദ വെന്ത് കിട്ടില്ല, ഈ ഒരു മാവ് വെന്ത് വരില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് വേവിച്ചെടുക്കാം. 1-2 തവണ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് സൈഡൊക്കെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, നല്ല ഹെവിയാണ്, നല്ല ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.